ജിൻഡോയ്ക്ക് പല സ്ത്രീ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ്, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒരു അച്ഛനും അമ്മ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നില്ലേ? ഒരിക്കലും എന്റെ പിള്ള അങ്ങനെയല്ല. ആവശ്യമില്ലാത്ത പറയുന്നത് തൊഴിൽ സംബന്ധിച്ചപ്പോൾ ഒരു ട്രെയിനിങ് എന്തെങ്കിലും ചെയ്യേണ്ടി തന്നെ മേത്തൊക്കെ ചിലപ്പം തൊടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ ഇരിക്കും ഒരുപാട് നേരത്തെ പറയാനുള്ള ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണുള്ളത് പറയുന്നത്. ആദ്യ സമയത്ത് ജിൻഡോ അങ്ങനെ ഒരു മണ്ടൻ പരിവേഷത്തിൽ നിന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പവർ കാണിക്കാൻ തുടങ്ങി. എന്റെ മോൻ ഒരിക്കലും മണ്ടനല്ല. കുഞ്ഞു പ്രായം മുതൽ അവന് നല്ല ബുദ്ധിയുള്ള മോനാ. നല്ല ബുദ്ധിയോടുകൂടി പെരുമാറിയിട്ടാണ് അവൻ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയത്. 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടേ പലതരത്തിലുള്ള ജോലികൾ ചെയ്തിട്ടുണ്ട്. അറിയാവുന്ന രീതിയിലൊക്കെ അത്രയ്ക്കും ബുദ്ധിമുട്ടേറിയ ഒരു ബാല്യമായിരുന്നോ ജിൻഡോയുടെ? പണ്ടൊക്കെ കാരണന്മാരായിട്ട് കുറെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെയൊക്കെ പോയി അങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടിലായിരുന്നു, കഷ്ടപ്പാട് ഇതായിരുന്നു ജീവിതം. ചെറിയ പ്രായത്തിൽ മക്കളൊക്കെ ജോലി എടുക്കുമ്പോഴത്തേക്കും നീ അങ്ങനെ ഒന്നും ചെയ്യണ്ട, കുഴപ്പമില്ല, നീ പഠിക്കുക എന്ന് പറഞ്ഞ മാറ്റി അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഭാര്യ പോയിന്ന് പറഞ്ഞാൽ 2 മാസം സ്കൂൾ വെക്കേഷൻ അവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളാ കൊണ്ടുപോയത്. പറ്റില്ല, എൻ്റെ മോൻ 10ലേക്ക് ജയിച്ചേക്കുന്നത് SLC എഴുതണം, വേറിൽ നിന്ന് തീർക്കാനുള്ളതല്ല, വീട്ടിൽ കൊണ്ടാക്കിക്കൊള്ളണം. ജീവിതത്തിൽ ഒരു ചെറിയ പാളിച്ച ഉണ്ടായതാണ് ഡിവോഴ്സ് എന്ന് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു. അത് അവര് തമ്മിൽ ഇത്തിരി സ്വരച്ചേർച്ച കുറവൊന്നും സാധാരണ കുടുംബങ്ങളിൽ വഴിക്കുണ്ടാവൂലേ, അങ്ങനെ എന്തോ ഒരു പരസ്പരം ചേർച്ച കുറവ് തോന്നി. അല്ലാണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശരണിട്ടേക്കുന്ന ഡ്രസ് ഒന്നും അത്ര പോരാ. അവനങ്ങനെ വസ്ത്രധാരണ മോശമാവുന്ന അവന് ഇഷ്ടമല്ല. ആണോ? തീരെ മോശമായിട്ട് ഇറങ്ങുന്നൊന്നും ഇഷ്ടമല്ല. അല്ല. Keep cool, even in the scorching heat. For air conditioners, meet our expert. Oxygen, the cooling expert. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6 ആവേശങ്ങളിലും വിവാദങ്ങളിലും ഒക്കെ ഇങ്ങനെ കത്തിക്കയറുമ്പോൾ അതിലെ വൺ ഓഫ് ദ സ്ട്രോങ് കണ്ടസ്റ്റൻസ് ജിൻഡോയുടെ അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഉണ്ട്. വെൽക്കം അപ്പച്ചനും അമ്മച്ചിക്കും വെൽക്കം. ആക്ച്വലി നിങ്ങൾ ഭയങ്കര ഹാപ്പി അല്ലേ? കാരണം എന്താ വെച്ചാൽ മകൻ കാരണം നിങ്ങൾ രണ്ടുപേരെ എത്രയോ ചാനലുകാർ വിളിക്കുന്നു, ഇന്റർവ്യൂസ് കൊടുക്കുന്നു, എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല. ശരിക്കും ഭയങ്കര സന്തോഷമില്ലേ? ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. മോനായിട്ട് ഞങ്ങളെ അറിയപ്പെടാനുള്ളൂ. അതെ അതെ അതെ, സത്യം. മോനെ അറിയപ്പെടുന്നു. അതെ, അത് വലിയൊരു സന്തോഷമല്ലേ? അതെ, അമ്മയ്ക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും ബന്ധുക്കൾക്കും ആണ്. ഈ ജിൻഡോയുടെ അപ്പച്ചൻ അധികം സംസാരിക്കൂലേ? എനിക്ക് അങ്ങനെ ആരും സംസാരിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ ഇപ്പൊ മോൻ അങ്ങ് ബിഗ് ബോസിൽ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല. അങ്ങനെയാണല്ലേ? അതെ അതെ. ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ബിഗ് ബോസിൽ കേട്ട ഒരു ഡയലോഗാണ്, ജിൻഡോ സത്യത്തില് റമോയാണോ അമ്പിയാണോ അന്യനാണോ എന്നറിയില്ല, പല പല മുഖങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. സത്യത്തിൽ നിങ്ങൾക്കറിയാവുന്ന മകൻ ജിൻഡോ എങ്ങനെയാണ്? അപ്പച്ചനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, അതിപ്പോ ഒരു കളിയാണല്ലോ, ഒരു ഗെയിമാണത്. അപ്പൊ മറ്റൊരാളത്ത് 2 പോയിന്റ് താഴ്ത്തി കയറ്റാനുള്ള അവനൊന്ന് വിജയിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഒക്കെ ഒരു പരിപാടിയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വീട്ടിലുള്ള മോൻ എങ്ങനെയാ? വീട്ടിലൊക്കെ മകൻ ഡീസന്റ് ആയിട്ട് ഞങ്ങളോടൊക്കെ പെരുമാറുന്നത്. ഞങ്ങളോടൊന്നല്ല, ഓൾ ഇന്ത്യ ആള് ഡീസന്റാ. ആണല്ലേ? ജിൻഡോയെ ആദ്യം തന്നെ കേറി വന്ന് ലാലേട്ടനോട് തന്നെ പറഞ്ഞത്, എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന എന്റെ അമ്മയാണ്. കാരണം എപ്പോഴും അങ്ങനെ അമ്മയായിട്ട് ഭയങ്കര സ്നേഹമുള്ള മോനാണ്. ആണ് എല്ലാ കാര്യങ്ങളും ഒക്കെ അമ്മയോട് വന്ന് പറയുന്ന വിശേഷങ്ങളൊക്കെ പറയുന്ന. കുഞ്ഞു പ്രായം മുതൽ അങ്ങനെ മൂത്ത മോനും അല്ലേ, സ്നേഹവും കൂടുതലുണ്ട്. ഇതിനിടയിലൊക്കെ ഇങ്ങനെ പല വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തായിരുന്നു, ടെൻഷൻ ഉണ്ടോ? ഹോസ്റ്റലിൽ മത്സരങ്ങൾ ഇങ്ങനെ നടക്കും, അങ്ങോട്ടും ഫൈറ്റാണല്ലോ. അതെ, ആര് തോക്കണോ, ഒരാളെ തോൽപ്പിക്കണോ എന്നുള്ള ഫൈറ്റാണല്ലോ. അതെ. അപ്പൊ എനിക്ക് ജയിക്കണം എന്നല്ലേ ഉണ്ടാവുള്ളൂ. ആ ഫൈറ്റ് അങ്ങനെ നടത്തുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ വിഷമം തോന്നും, എങ്കിലും തോന്നും ഒരു വിജയത്തിന് വേണ്ടിയുള്ള. ഫുൾ ടൈം ബിഗ് ബോസ് കാണുന്നുണ്ടോ നിങ്ങൾ രണ്ടുപേരും? ഉണ്ട്. ഏറ്റവും കൂടുതൽ സങ്കടം വന്നത് യൂട്യൂബൊക്കെ വെച്ച് കാണും തരും. ആദ്യമായി ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രായം അനുസരിച്ച് കാണാൻ പറ്റിയ ഒരു രംഗമല്ല. ഇപ്പൊ നമ്മുടെ മോനകത്ത് ചെന്ന് പെട്ടപ്പോ കാണാതിരിക്കാൻ പറ്റൂല്ലോ. അതുകൊണ്ട് ഞാൻ കുത്തിയിരുന്ന് കാണുന്നല്ലേ. പക്ഷെ ചോദിക്കട്ടെ, ഏറ്റവും സങ്കടം ഉണ്ടായത് എപ്പോഴാ? അതിനകത്ത് ഏതെങ്കിലും ഒരു വിഷ്വൽ കണ്ടപ്പോ തോന്നിയായിരുന്നോ? സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ നിന്ന് ഔട്ടാക്കണമെന്ന് മോഹൻലാൽ പറഞ്ഞപ്പോ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നേരെയായിട്ട് വന്നു. ആണ്. അമ്മച്ചിക്ക് എന്താണ്? അതെ, എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി അവരെ ഇങ്ങനെ മാറ്റി 2 ആളെയും പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കണ്ണൊക്കെ കെട്ടിയിരിക്കുമ്പോ ഒരു വിഷമ സങ്കടമൊക്കെ ഉണ്ടായി. ഞാൻ വിചാരിച്ച എന്താണെന്നറിയോ, ഏറ്റവും സങ്കടം വരാൻ, അമ്മയ്ക്ക് സങ്കടം വരാൻ സാധ്യത ഉണ്ടാവുന്ന ഒരു സീൻ എന്താന്ന് ഞാൻ ചിന്തിച്ചത്,
ഒരു ക്യാമറയുടെ മുന്നേ വന്നിരുന്നിട്ട് ജിൻഡോ കരഞ്ഞില്ലേ? എനിക്ക് മണ്ടൻ എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് അപ്പൊ ഭയങ്കര സങ്കടം തോന്നി. എന്റെ മോൻ ഒരിക്കലും മണ്ടനല്ല. കുഞ്ഞു പ്രായം മുതല് അവന് നല്ല ബുദ്ധിയുള്ള മോനാ. നല്ല ബുദ്ധിയോടുകൂടി പെരുമാറിയിട്ടാണ് അവൻ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയത്. ചെറുപ്പം മുതല് ക്ലാസ്സിൽ പഠിക്കുമ്പോഴും കഷ്ടപ്പെടാനും പണിയെടുക്കാനും അതുപോലെ കരാറ്റ പഠിക്കാനും ബ്ലാക്ക് ബെൽറ്റ് എടുക്കാനും ജിംനാഷ്യം പോവാനും ഒക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയാനോ ഒരിക്കലും മണ്ടനല്ല. മണ്ടനാവാനാവേ ഇല്ല. അല്ല അല്ലേ? ആരാക്കിയാലും ആക്കിയവരായാലും അവനാവില്ല. ആണല്ലേ? അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാരെല്ലാരും കൂടെ ഇങ്ങനെ പറഞ്ഞപ്പോ വിഷമം ഭയങ്കരമായിട്ട് തോന്നി. അന്ന് വെച്ച് മണ്ടനാവാൻ പോണില്ലോ. അപ്പൊ പിന്നെ എന്തായിരിക്കും ഇങ്ങനെ അവിടെ ഇങ്ങനെ ഭയങ്കര തരത്തിലുള്ള വിവാദങ്ങളൊക്കെ അനാവശ്യമായി വഴക്കുണ്ടാക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ എന്തെങ്കിലും ടെൻഷൻ തോന്നിയിരുന്നോ എപ്പോഴെങ്കിലും? ടെൻഷൻ തോന്നിയെന്ന് പറഞ്ഞാൽ ചില നേരത്തൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെയും തോന്നും ഇതൊരു ഗെയിമല്ല, വഴുക്കുണ്ടാക്കിയാലേ പറ്റുള്ളൂ. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ തന്നെ വഴുക്കുണ്ടാക്കലുള്ളൂ. ആണ്. അങ്ങനെ മോൻ വഴക്കുണ്ടാക്കി ഏതെങ്കിലും കണ്ടസ്റ്റൻസിനോട് അമ്മയ്ക്കും അച്ഛനും ഒരു ഇഷ്ടക്കുറവ് തോന്നിയോ? ആകെ ചില നേരത്ത് തോന്നിയിട്ടുണ്ട്. പിന്നെയും തോന്നും ഇവര് പുറത്തിറങ്ങി കഴിയുമ്പോൾ എല്ലാവരും ഹാപ്പിയാ. അത് ശരിയാ. ഇതിനകത്തല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതിനകത്ത് മത്സരമാണ്. എനിക്ക് ജയിക്കണമെന്ന് ഞാൻ വിചാരിക്കും, ആൾക്ക് ജയിക്കണമെന്ന് ആള് വിചാരിക്കും. ആരെ വെട്ടി വീഴ്ത്താൻ പറ്റുന്ന വീഴ്ത്തും. ഇതിങ്ങനെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടേ ഇറങ്ങുമ്പോ അവരെല്ലാം ഒറ്റക്കെട്ടാവും. അതെ. അപ്പൊ അതായത് ഈ ഗബ്രി ഇടയ്ക്ക് ഇങ്ങനെ ചില വിവാദ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞല്ലോ. അതായത് ജിൻഡോയ്ക്ക് പല സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ് ഇങ്ങനെയൊക്കെ. അച്ഛനും അമ്മയും തന്നെ നിങ്ങൾ ഇരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒരു അച്ഛനും അമ്മ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നില്ലേ? അങ്ങനെയൊക്കെ കേൾക്കുമ്പോ മനസ്സിൽ ദേഷ്യം തോന്നും. ഒരിക്കലും എന്റെ പിള്ള അങ്ങനെയല്ല. പിന്നെ ആവശ്യമില്ലാത്ത പറയണേ. അതെ അതെ. ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ. പിന്നെ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ തൊഴിൽ സംബന്ധിച്ചപ്പോൾ ഒരു ട്രെയിനിങ് എന്തെങ്കിലും ചെയ്യേണ്ടി തന്നെ മേത്തൊക്കെ ചിലപ്പോൾ തൊടാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവന്റെ ബോഡി ഷോന്റെ ഇത്. അപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ ഇരിക്കുപാട് നേരത്തെ പറയാനുള്ള ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണല്ലോ അത് പറയണത്. അപ്പൊ അവനെ ഒന്ന് താഴ്ച കെട്ടാന്നുള്ള ഒരു കണ്ടീഷനിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മനസ്സിലായി. ഈ കഴിഞ്ഞ ദിവസേ ജിൻഡോ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര നാടൻ ഗ്രാമീണത ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? ആണോ? അതുകൊണ്ടാണോ ശരണ്യ ഇട്ടേക്കുന്ന ഡ്രസ്സൊന്നും അത്ര പോരാ എന്ന് പറയാൻ സാധ്യത? ആണോ? അവനങ്ങനെ വസ്ത്രധാരണ മോശമാവുന്ന അവന് ഇഷ്ടമല്ല. ആണോ? തീരെ മോശമായിട്ട് ഇറങ്ങുന്നൊന്നും ഇഷ്ടമല്ല. അല്ല, കുറച്ചൊരു ഭംഗിയായിട്ടൊക്കെ ഇതില് പോണം. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. മമ്മിയുടെയോ അച്ഛന്റെയോ ഒക്കെ ആരുടെങ്കിലും ഒക്കെ ഡ്രസ്സിലൊക്കെ ഇടപെടാറുണ്ടോ? ഡ്രസ് ഇടാറില്ല. നിങ്ങൾക്കറിയാവുന്ന ജിൻഡോ എങ്ങനെയുള്ള കുട്ടിയാണ്? അവൻ നല്ലൊരു പയ്യന, നല്ല മോന. അപ്പനെയും അമ്മേനെയും സ്നേഹിക്കാനും സഹോദരങ്ങളെ സ്നേഹിക്കാനും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാനും എല്ലാത്തിനും നല്ലൊരു മോന. അയൽക്കാരായാലും സുഹൃത്തുക്കളായാലും ഒത്തിരി സുഹൃത്തുക്കൾ മാണിക്കാലത്തുണ്ട്. അവിടെ വന്നാലും ഒത്തിരി നേരം വെയിറ്റ് ചെയ്ത് എല്ലാ സുഹൃത്തുക്കളോടും കവലയ്ക്ക് വന്ന് സംസാരിച്ചും അടിച്ചു പൊളിച്ചും നല്ല സ്നേഹത്തോടുകൂടി പോണ ഒരു മോന. ബന്ധുക്കളോടായാലും അങ്ങനെ തന്നെയാണ്. ഇതേവരെ ആരെയും വെറുപ്പിക്കുക ഒരു ഇഷ്ടക്കുറവുണ്ടാക്കി ചെയ്തിട്ടില്ല. നല്ല ഒരു സ്നേഹത്തോടുകൂടി പെരുമാറി പോണ ആളാണ്. ജീവിതത്തിൽ ഒരു ചെറിയ പാളിച്ച ഉണ്ടായതാണ് ഡിവോഴ്സ് എന്ന് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു. ഇതിന് പോകുന്നതിന് മുൻപുണ്ടായത്. അത് അവര് തമ്മിൽ ഇത്തിരി സ്വരച്ചേർച്ച കുറവ് വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോരത്തിന് അവള് തിരുവനന്തപുരത്തായിരുന്നു. അവള് എപ്പോഴും വരാൻ സാധിക്കില്ല. ഇവരും ജിമ്മിലാണ്. അപ്പൊ അങ്ങനെ പിന്നെ അതുകൊണ്ടല്ല അവര് തമ്മിൽ എന്തോ പരസ്പരം ഒരു സാധാരണ കുടുംബങ്ങളിൽ വഴിക്കുണ്ടാവൂലേ, അങ്ങനെ എന്തോ ഒരു പരസ്പരം ചർച്ച കുറവ് തോന്നി. അപ്പൊ അവരോർത്ത് രണ്ടാളും ഞങ്ങൾക്കിപ്പോ രണ്ടാൾക്കും ഒന്നും നോക്കാല്ലോ, ഒറ്റയ്ക്ക് താമസിക്കാലോ, ഞങ്ങൾക്ക് മുന്നോട്ട് സ്വരുമക്കുറവിൽ ഇച്ചിരി സ്വരുമക്കുറവ് വഴിക്കുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് തോന്നി. അല്ലാണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ നിലവിലുള്ളതിൽ ജിൻഡോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു 3 കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് അപ്പച്ച? മുടിയനെ എനിക്ക് ഒരു ഇഷ്ടമാണ്. അതിന്റെ പ്രകൃതം അതും കുഞ്ഞു പ്രായം മുതൽ കഷ്ടപ്പെട്ട് ഉപ്പുമുളകിലൊക്കെ അഭിനയം കാഴ്ചവെക്കാറുണ്ട് മുടിയൻ. അത് കാരണം മുടിയനെ എനിക്കിഷ്ടമാണ്. ആക്ച്വലി ഞാൻ ലാലേട്ടന്റെ അടുത്ത് നിന്ന് ജിൻഡോ ആദ്യം സംസാരിച്ചത് കേട്ടിരുന്നു. 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടേ പലതരത്തിലുള്ള ജോലികൾ ചെയ്തിട്ടുണ്ട്, അറിയാവുന്ന രീതിയിലൊക്കെ. അത്രയ്ക്കും ബുദ്ധിമുട്ടേറിയ ഒരു ബാല്യമായിരുന്നോ ജിൻഡോയുടെ? ഞങ്ങള് സാമ്പത്തികം കുറവായിരുന്നു. പണ്ടൊക്കെ കാരണന്മാരായിട്ട് കുറെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെയൊക്കെ പോയി പിന്നെ താണുപോയി. പിന്നെ അപ്പച്ചന് സ്ഥിരമായിട്ട് വർക്ക് കുറവായിരുന്നു. പിന്നെ എനിക്ക്
അങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടിലായിരുന്നു, കഷ്ടപ്പാടിലായിരുന്നു ജീവിതം. അപ്പം അവൻ കുറച്ച് കഷ്ടപ്പെട്ട് കൂടുതലായിട്ട് ചെറുപ്പം മുതൽ കഷ്ടപ്പെടാനൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ പോയി. പക്ഷെ ചെറിയ പ്രായത്തില് അപ്പച്ചനോട് ചോദിക്കട്ടെ, ഈ ചെറിയ പ്രായത്തില് മക്കളൊക്കെ ജോലി എടുക്കുമ്പോഴത്തേക്കും നീ അങ്ങനെയൊന്നും ചെയ്യണ്ട, കുഴപ്പമില്ല, നീ പഠിക്ക എന്ന് പറഞ്ഞ മാറ്റി അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് കൂടിയാണ് ഓരോ തൊഴിലുകൾ ചെയ്യണത്. പഠനം കഴിഞ്ഞിട്ടായാലും ചെയ്യും. പിന്നെ ഭാര്യ പോയിന്ന് പറഞ്ഞാൽ 2 മാസം സ്കൂൾ വെക്കേഷൻ അവിടെ വീടിന്റെ അടുത്തുള്ള ഒരാളാ കൊണ്ടുപോയത്. അപ്പൊ അവനവിടെ 2 മാസം നിന്നപ്പോ അവർക്ക് വലിയ ഇഷ്ടമായി, നല്ല മോനാ. അപ്പൊ വീട്ടിൽ വന്ന് ചേച്ചൻ പറഞ്ഞു, ചേച്ചി അവൻ നല്ല പയ്യനാ, പൈസ ഉണ്ടാക്കാനും പണിയെടുക്കാനും നല്ലോണം പണിയെടുക്കും, നല്ലൊരു മോനാ, അവൻ അവിടെ നിൽക്കട്ടെ ഇത്തിരി പൈസ ഉണ്ടാക്കാനെന്ന് പറഞ്ഞു. അപ്പൊ ഉണ്ടാക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റില്ല, എൻ്റെ മോൻ 10ലേക്ക് ജയിച്ചേക്കണത് SLC എഴുതണം, വേറെ നിന്ന് തീർക്കാനുള്ളതല്ല, വീട്ടിൽ കൊണ്ടാക്കിക്കൊള്ളാം, പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് വീട്ടിൽ കൊണ്ടാക്കിയാണ് വീടിന്റെ അടുത്തുള്ള ആളെ തന്നെ കൊണ്ടുപോയി. ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് ജിൻഡോയ്ക്ക് ഒരു ഇഷ്ടമുണ്ടെന്ന് എങ്ങനെയാ തിരിച്ചറിഞ്ഞേ? അത് ചെറുപ്പം മുതൽ കരാറ്റ കഴിഞ്ഞ പിന്നെ ജിംനാസ്റ്റിക്കിലേക്കാ പോയെ. ജിംനാസ്റ്റിൽ പോയി കുറെ നാൾ കഴിഞ്ഞപ്പോ പിന്നെ സ്വന്തം ജിമ്മിടണമെന്നായി. അതിനൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും? അപ്പൊ സ്വന്തം ജിമ്മിടാനായിട്ട് അവൻ തന്നെ മാർബിളിന്റെ പണി പഠിച്ചിട്ടുണ്ടായി. അപ്പൊ സ്വന്തമായിട്ട് കോൺട്രാക്ട് നടത്തി, കോൺട്രാക്ട് വർക്ക് നടത്തി, സ്വന്തമായിട്ട് കോൺട്രാക്ട് വർക്ക് നടത്തി 10 പണിക്കാരും ഒക്കെ ആയിട്ട് വെച്ച് നല്ല രീതിയിൽ പണി മുന്നോട്ട് കൊണ്ടുപോയി. പണി മുന്നോട്ട് കൊണ്ടുപോയി കുറെ പണിക്കാരൊക്കെ ഉണ്ടായി. ആ വർക്ക് പിന്നെ അതിൽ നിന്ന് കല്ലിൽ ജിമ്മിട്ടു. അങ്ങനെ അവിടെ നിന്ന് കല്ലിൽ ജിമ്മിട്ടപ്പോഴും മാർബിളിന്റെ വർക്ക് കുറേ കൂടി നടത്തിയായിരുന്നു. ആ വർക്ക് നടത്തിയായിരുന്നു, ജിമ്മും നടത്തിയായിരുന്നു. അപ്പൊ ആ ജിമ്മ് നടത്തി പിന്നെ ആലുവരെ ജിമ്മിട്ടോടുകൂടി വർക്ക് വേണ്ടാന്ന് വെച്ചു. എല്ലാം കൂടി താങ്ങൂല. സത്യമാണ്. നിങ്ങളപ്പോ ടി വിയിൽ കണ്ടപ്പോഴേ ഉറങ്ങിയോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഞാൻ സ്മോക്കിംഗ് റൂമിലായിരുന്നു, സ്മോക്ക് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ എന്തിനാടാ ഇവൻ വെറുതെ നുണ പറഞ്ഞേ, അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോയായിരുന്നു? അതായത് ഇവൻ ആദ്യം പുകവലിയും മദ്യവും ആൾക്ക് ഇഷ്ടമല്ല. എങ്ങനെ? പുകവലി മദ്യമാണ്. അതെ. അപ്പൊ അവിടെ ചെന്നപ്പോ കൂടെ ഒരു പെണ്ണുണ്ടായി, അവളും വലിക്കണ്ടായല്ലോ. അപ്പൊ ആ കൂട്ടത്തിൽ കൂടെ ചിലപ്പോ രസമായിട്ട് വലിച്ചായിരിക്കും. ഈ ബിഗ് ബോസിലെ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് കരഞ്ഞ ആ ജിൻഡോ ഇല്ലേ, ആ ജിൻഡോയെ കണ്ടപ്പോഴത്തേക്കും അമ്മയും കൂടെ ഇരുന്ന് കരഞ്ഞായിരുന്നു. കരച്ചിലായി, ഞാൻ രാത്രിയൊക്കെ കിടന്ന് കരയായിരുന്നു. ആണോ? അത് ശരി. അമ്മ ഇങ്ങനെ കിടന്ന് കരയുമെന്ന് ജിൻഡോയ്ക്ക് അറിയോ? അങ്ങനത്തെ ഭയങ്കര ലോല ഹൃദയാണ് അമ്മയും. അവനൊരു വിഷമം എന്റെ മനസ്സിൽ നോക്കിയിട്ട് എന്റെ മനസ്സ് വിഷമിച്ച അപ്പൊ ഞാൻ അറിയാം എന്റെ മനസ്സിലുണ്ടാവും വിഷമം. ആണോ? ശരിക്കും എനിക്കിങ്ങനെ ജിൻഡോയെ കഴിഞ്ഞ ദിവസം ഞാൻ ഏഷ്യാനെറ്റിൽ തന്നെ ഒരു വാർത്ത ഒരു റിപ്പോർട്ട് കണ്ടായിരുന്നു. ഓരോ സമയത്ത് ജിൻഡോ ഓരോ തരത്തിലാണ്. ആദ്യ സമയത്ത് ജിൻഡോ അങ്ങനെ ഒരു മണ്ടൻ പരിവേഷത്തിൽ നിന്നു, എല്ലാവരുടെ അടുത്തും ഒരു മണ്ടൻ കളിച്ചു തന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പവർ കാണിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ജിൻഡോ ഓരോ തരത്തിലാണെന്ന് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയായിരുന്നോ ആ കളി കണ്ടോണ്ടിരുന്നത്? അതെ, അവിടെ ചെന്ന് കണ്ടപ്പോ കളി എങ്ങനെയാന്ന് കണ്ട് മനസ്സിലാക്കണമല്ലോ. അപ്പൊ 2 ദിവസം അവ സൈലന്റ് ആയിട്ടിരുന്നു. ഇതൊന്ന് കണ്ട് മനസ്സിലാക്കാ, പഠിച്ചിട്ട് ഇറങ്ങാന്ന് കണക്ക് കൂട്ടി. അത് ശരിയാ ആണ്. അപ്പൊ ഈ ജിൻഡോ ഇങ്ങനെ എല്ലാത്തിനും പകരത്തിന് പകരം അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണോ? അങ്ങനെയല്ല, ആൾക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യമുണ്ട്. എന്ത് ഇപ്പൊ ഒരു മല്ല് പിടിക്കണമെന്നല്ല, അത് പിടിക്കാനുള്ള കഴിവാക്കുന്നുണ്ട്, ആ ഒരു വിശ്വാസമാക്കുന്നുണ്ട്. ആണ് അല്ലേ? എന്നാ ആവശ്യമില്ലാണ്ട് ആരോടും ഉച്ചപ്പുണ്ടാക്കാൻ പോവില്ല, ഒരാളോടും ഉച്ചപ്പുണ്ടാക്കാൻ പോവില്ല. ആണ്. പക്ഷെ എല്ലാത്തിലും ഈ അമ്മയെ കുറിച്ച് മാത്രമാണല്ലോ ജിൻഡോ പറയുന്നുള്ളൂ, ഈ അപ്പച്ചനെ കുറിച്ച് ഏത് മകനും അല്ലെങ്കിൽ അമ്മയ്ക്കും മക്കളായിട്ടാണ് കൂടുതൽ ബന്ധം. അത് കറക്റ്റ് ആണ്. അച്ഛനായിട്ട് ഇച്ചിരി ബന്ധം കുറവായിരിക്കും. അതെ. ഇനി എന്താ പറയാ, ജയിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ജിൻഡോ കയറിപ്പോയത്. നിങ്ങളുടെ മനസ്സിൽ കൂടെ ഏതെങ്കിലും ഒരു സമയത്ത് അവൻ ബിഗ് ബോസിൽ പോകണ്ടായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു നിമിഷം ഉണ്ടോ? കൂടുതൽ വിഷമങ്ങൾ വന്നപ്പോ ഇതിൽ വന്നിട്ട് എന്റെ അമ്മ വിഷമിക്കാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നും വിഷമിക്കണ്ടെങ്കിലും ഒരു ലോകം അറിയപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. ഇച്ചിരി വിഷമിച്ചാലും ലോകം എല്ലാവരും അറിയപ്പെടുന്ന ഒരു കാര്യം. നല്ലൊരു കിട്ടുന്ന സ്വീകരണം എല്ലാം സാരില്ല, സഹിച്ചാലും സാരില്ല, കുറച്ച് കരഞ്ഞാലും സാരമില്ല അല്ലെ, സാരില്ല എന്ന് അത് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടാ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സീൻ കണ്ടപ്പോഴത്തേക്കും പോണ്ടായിരുന്നു എന്ന് തോന്നിയായിരുന്നോ? അങ്ങനെ തോന്നിയിട്ടില്ല. ഇത് നേരത്തെ അമ്മച്ചി പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഷാറ്റിംഗ് പോയില്ല അങ്ങനെ ആൾക്കാർ ഇവനെ മനസ്സിലാക്കി ഇവനൊരു മണ്ടനാണ്, മിണ്ടാണ്ട് നിൽക്കാണ് എന്നൊക്കെ പറഞ്ഞു. അതിപ്പോ ഇതിന്റെ ഒക്കെ ഒരു ഭാഗമാണല്ലോ. ഇപ്പൊ ആരായാലും അവിടെ ചെല്ലണവരൊക്കെ ഒന്നും അറിയാണ്ടല്ലോ ചെല്ലണേ, ഓരോന്ന് കണ്ടു പഠിക്കണോ അല്ലെങ്കിൽ പറഞ്ഞു പഠിക്കണോ. അപ്പൊ അതിന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിലാവും.
എന്നുള്ള പ്രതീക്ഷ അല്ലേ? അതായത് നമ്മളിപ്പോ എന്ത് പരിപാടിക്ക് പോയാലും രണ്ട് വശങ്ങളുണ്ടാവും എന്ന് പറയില്ലേ? അല്ലെ അത് പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാര് ചിലപ്പോ അകത്തേക്ക് പോകുമ്പോ നല്ല പേരിലോടുകൂടി തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഉള്ള വില പോയി എന്നുള്ളൊരവസ്ഥ വരും. അങ്ങനത്തെ എന്തെങ്കിലും ടെൻഷൻ, അവന്റെ ജോലി ഇതാണ്, ഒരു ജിം ട്രെയിനറാണ്, ഇൻസ്ട്രക്ടറാണ്, അപ്പൊ അതിനുകൊണ്ട് ഒരു തരത്തിലും മോശം പേരുണ്ടാക്കാതെ ഇറങ്ങി വരണം, അങ്ങനെയൊക്കെയുള്ള പേടികൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? മോശം പേരുണ്ടാക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് മനസ്സിലുള്ളത്. ആണ് ഉണ്ടാക്കാൻ സാധ്യതയില്ല. ആണ് ഈ അങ്ങനെ ഒരു മോശം പേരുണ്ടാക്കിയിട്ടില്ല. ആണല്ലേ? ഈ ഗബ്രിയായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ കൂടെയും ഇങ്ങനെ ഭയങ്കരമായ ടെൻഷൻ കടന്നു വരുന്നുണ്ട്? ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇവര് അപ്പനമ്മയ്ക്കൊക്കെ കയറി വിളിക്കലല്ലായിരുന്നു. ആ കയറി വിളിച്ച സമയത്തൊക്കെ ഇച്ചിരി ടെൻഷനായി. എന്താ വെച്ചാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കാവോ ലാസ്റ്റ്. അതെ അതെ, അതുണ്ടായിരുന്നല്ലേ? അങ്ങനെ ഒരു വിഷമം ഉണ്ടായി. ഈ അമ്മമാരൊക്കെ അങ്ങനെ ആകുമ്പോഴത്തേക്കും പോയി കർത്താവിനെ നേർച്ച നേരുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. നേർച്ചയൊക്കെ ഞാൻ നേർന്നുണ്ട്. ആണോ? അത് ശരി. കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ ഇങ്ങനെ തിരിച്ചു പോരണം. നേരം കണ്ടിരിക്കില്ലല്ലോ. ഇതെല്ലാം ഇവിടെ കണ്ടോണ്ടിരുന്നപ്പോഴോ? കണ്ടുകൊണ്ടിരുന്നപ്പോഴും അങ്ങനെയൊക്കെ ദൈവമേന്ന് വിളിച്ച് പ്രാർത്ഥിക്കും, കാണും. ഈ ജിൻഡോക്ക് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് നടത്തിയത്? സാധാരണ പണ്ടൊക്കെ റോബിനൊക്കെ പറയുന്നു പഴയ എപ്പിസോഡുകളെല്ലാം ഇരുന്ന് കണ്ടു, പഴയ സീസണുകളെല്ലാം കണ്ടു, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നു? അവൻ ജിമ്മിലായിരുന്നപ്പോ ഒക്കെ നടത്തിയിട്ടുണ്ടാവും, നടത്താറുണ്ടെന്ന് പറയാറുണ്ട്. ആണോ? ജിമ്മിലെ വെച്ച് എനിക്ക് ബിഗ് ബോസിൽ കയറണമെന്ന് ആഗ്രഹം കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ സ്വാഭാവികമായിട്ട് നടത്തിയിട്ടുണ്ടാവുമല്ലേ? അതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഈ രജിത് കുമാർ സാറിനെ കണ്ടിട്ട് കഴിഞ്ഞ കോളേജിലല്ലേ? ജിന്റെ ശങ്കര കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു. അപ്പൊ സാർ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ജിൻഡോയുടെ മോഹൻലാലിനോട് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, ജിൻഡോയ്ക്ക് ഒരു 2-3 ആഴ്ചയെങ്കിലും കൊടുക്കണം. അവൻ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, അവൻ ആരെയെങ്കിലും പിടിച്ച് ഇടിക്കുമെന്ന്. അതെന്താണ് അങ്ങനെ പറയാൻ കാര്യം? അവരുടെ തൊഴിലിനെ സംബന്ധിച്ചാണ് പറയണേ. കരാട്ട എന്നൊക്കെ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിയും കുത്താണല്ലോ അതിനകത്ത് മെയിൻ പരിപാടികളൊക്കെ. സത്യം. അവിടെ ശങ്കരയിൽ പഠിക്കാന്നല്ല, അവനവിടെ ജോലി ചെയ്തിട്ടുണ്ട് ശങ്കരയില്. ഫിസിക്കൽ ഇതിന്റെ ട്രെയിനിങ്ങിന്റെ. അതുകൊണ്ടായിരിക്കുമല്ലേ സാർ അങ്ങനെ പറഞ്ഞത്? എന്നാലും സാർ അങ്ങനെ പരസ്യമായിട്ട് ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ട് അങ്ങനെ പറയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു? അവൻ സാറ് പറഞ്ഞു ഞാൻ പഠിപ്പിച്ച കുട്ടിയും കൂടി നിന്ന്. അതെ ഞാൻ പഠിപ്പിച്ച കുട്ടിയും കൂടി. ആള് ഒരു പാവമാണ് മിടുക്കണെന്നൊക്കെ സാറ് പറഞ്ഞായിരുന്നു. അത് ഞങ്ങള് കേട്ടായിരുന്നു. അങ്ങനെ ഈ ജിൻഡോയ്ക്ക് പൊതുവെ ഒരു കാര്യം അങ്ങ് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണല്ലോ ബിഗ് ബോസിന് ഇങ്ങനെ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാരണം. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞങ്ങക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആവുമ്പോ പറയും. പിന്നെ ആവശ്യമില്ലാണ്ട് ഇടവിട്ട് ഇങ്ങനെ ചെറപറ എന്ന് പറയണ ഒരു സ്വഭാവമൊന്നും ഇല്ല അല്ലെ? എന്താണ് മോൻ കപ്പടിക്കും എന്നുള്ളതാണോ അമ്മയും അച്ഛനും? കപ്പടിക്കണം എന്നാണ് ആഗ്രഹം. ആണ് പ്രതീക്ഷിക്കുന്നു. ആണ് ഭയങ്കര ധൈര്യത്തോടെ ഭയങ്കര ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ പ്രതീക്ഷയുള്ള. അതെ സത്യം. അല്ല ഭയങ്കര ധൈര്യത്തോടെ ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടിയാണ് അന്ന് പറഞ്ഞത്, ഞാൻ ഇതും കൊണ്ടേ വരുള്ളൂ എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ പോയ ആളല്ലേ? ഇനി അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും മോനെ താമ്പാതി ദൈവം ബാധി എന്ന് പറയുന്ന ദൈവാനുഗ്രഹവും ദൈവാനുഗ്രഹിക്കട്ടെ. അതെ പഠിക്കാൻ. ഇനി തിരിച്ചു വരുമ്പോഴത്തേക്കേ മോനെ നല്ലൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, അങ്ങനെയൊക്കെയുള്ള ആലോചനകൾ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉണ്ട്? കല്യാണം എപ്പോഴായാലും കഴിപ്പിക്കണമെന്നുണ്ട്. ഉണ്ട് അല്ലേ? അത് പറയാറുണ്ടോ? ഇതേ പോണതിന് മുമ്പ് ഉണ്ട്. ആണോ? എന്തായാലും ഒരു ബന്ധം പിരിഞ്ഞെന്ന് കഴിഞ്ഞാൽ അവനൊരു ജീവിതം ഇല്ലാണ്ട് പോയിട്ടില്ലല്ലോ. അവനൊരാൾ വേണ്ടേ? ഞങ്ങളുടെ കാലം കൂടി കഴിഞ്ഞാൽ പിന്നെ അവനൊരു കുടുംബം കൂട്ടും ഇല്ലാണ്ട് എങ്ങനെയാ? ഇപ്പത്തെ പിരിഞ്ഞു പോയ ആൾക്കാരാണെങ്കിൽ പോലും അവര് നല്ല സുഹൃത്തുക്കളായിരിക്കും. തമ്മിൽ വലിയ ഇഷ്ടക്കുറവുകളൊന്നും ഉണ്ടായിട്ടില്ല. വഴക്കം അടിപിടി അങ്ങനെ ഒരു അടിപിടി തല്ലിടലോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ശരി. അപ്പൊ അതുകൊണ്ട് തന്നെ നിസ്സാര കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് തമ്മില് ഇഷ്ടക്കുറവ് തോന്നി. പിന്നെ അവര് എപ്പോഴും കാണുന്നില്ല രണ്ടുപേരെ. അവർക്ക് പ്രിയാന്ന് തോന്നി. രണ്ടുപേരോട് ഒരുമിച്ച് സ്നേഹത്തോടു കൂടിയ പിരിഞ്ഞാണ്. ആണല്ലേ? രണ്ടുപേരുടെ ഒരുമിച്ച് സ്നേഹത്തോടു കൂടിയ പുള്ളിക്കാരി അവള് വീട്ടിൽ വന്നിരുന്ന് പറഞ്ഞ് സ്വരൂടിയ പിരിഞ്ഞ. അത് ശരി. അല്ല അങ്ങനെ ഇപ്പൊ നമ്മളോടും അവൾക്ക് ഒരു വഴിക്കും ഇഷ്ടക്കുറവില്ല. ഞങ്ങൾക്കുമില്ല. ജിൻഡോ പൊതുവെ ഭയങ്കര സൗമ്യമായിട്ട് സംസാരിക്കുന്ന ആളാണോ? ഒരുവിധം സൗമ്യമായിട്ടൊക്കെ സംസാരിച്ചു പോളൂ. പിന്നെ കൂടുതൽ ദേഷ്യം വന്നാൽ മാത്രം, ദേഷ്യം കയറ്റിയാൽ മാത്രമേ ദേഷ്യപ്പെടുള്ളൂ. അങ്ങനെ അമ്മ എന്താണ് ജിൻഡോയെ ദേഷ്യം പിടിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം? ഞാനങ്ങനെ കൂടുതലായിട്ട് ദേഷ്യം പിടിപ്പിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. പിന്നെ എന്തെങ്കിലും ദേഷ്യം പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതപ്പോൾ തന്നെ മാറുകയും ചെയ്യും.
സത്യത്തില് ജിൻഡോയെ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം എന്തായിരുന്നു ബിഗ് ബോസിൽ കണ്ടപ്പോ? എനിക്ക് ആ കലാപരിപാടികൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഡാൻസും. ആണോ? വീട്ടിലും അങ്ങനെ ഡാൻസ് കളിക്കുന്ന ആളാണോ ജിൻഡോ? ചെറുപ്പം മുതൽ ഡാൻസ് കളിക്കും. ബ്രേക്ക് ഡാൻസിലൊക്കെ ബ്രേക്ക് ഡാൻസ് മഠത്തിലൊക്കെ പിള്ളേരെ ഈ ചെറിയ ഇങ്ങനെ സംസാരിക്കാത്ത പിള്ളേരില്ലേ, അവരൊക്കെ എന്തോരം പഠിപ്പിച്ചേക്കണ പാൻറ് സെറ്റ്, പിന്നെ ഡാൻസ്, ഡിസ്കോ ഡാൻസ്, ഇതൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആണോ? വീട്ടില് കുറെ പ്രാവുകളുണ്ടായി. എന്നിട്ട് ഓരോ ദിവസം പാതിരക്ക് പിടിച്ചുകൊണ്ടുപോയി തിരുവനന്തപുരത്ത് എവിടെ ഒരു എല്ലാ പള്ളികളുടെ ഒന്നിച്ച് ഡിസ്കോ ഡാൻസിന്റെ പരിപാടി ഉണ്ടായിട്ട് ഏതാണ്ട് പരിപാടികളൊക്കെ ഉണ്ടായിട്ട് ഉദ്ഘാടനത്തിന് ഈ പ്രാവിനെ ഇതും പണ്ട് ആ പ്രാവിനെ പിടിച്ചുകൊണ്ട് പോയി രാത്രി കൂട്ടിയത് ടോർച്ചടിച്ച് പിടിച്ചുകൊണ്ട് പോയി ബാക്കിയൊക്കെ പുറത്തുപോയി. ഒരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറയോ, ഒട്ടും ഇഷ്ടമല്ല എന്ന് തോന്നിയ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടോ ബിഗ് ബോസില്? ഞങ്ങൾ അങ്ങനെയാ പറയണത്. എന്നാലും മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലുണ്ടത് പറയണതും ഒരുപോലെയല്ല. അച്ഛനും അമ്മയുടെ ഒരു പ്രാർത്ഥന എന്താണ്? ഇനി പ്രാർത്ഥന മോൻ ജയിച്ചു എന്നെ കപ്പടിക്കണം, ഒരു സ്വസ്ഥനാവണം, കാണണം, അതൊക്കെയാണ് ആഗ്രഹം. ആണ്. ഈ ജാസ്മിൻ ജിൻഡോ വഴക്കുകളൊന്നും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ലേ, ജാസ്മിൻ ജിൻഡോ ഗബ്രി ഇവരൊന്നുമായിട്ട് ഒരു വഴക്കം ഉണ്ടാക്കല്ലേ ഇനി അങ്ങോട്ട് എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? വഴക്കുണ്ടാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അന്ന് ഗെയിം ആണെന്ന് അറിയുകയും ചെയ്യണം. പക്ഷെ ഇവര് പുറത്താക്കണമെന്നും പറഞ്ഞ് തിരിച്ചെടുത്തപ്പോ ഇവര് സുഹൃത്തുക്കളായില്ല. അപ്പം തന്നെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതിൽ ഏതെങ്കിലും കണ്ടസ്റ്റന്റ് വെറുതെ വഴക്കുണ്ടാക്കണം, ഒരാവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ പല പ്രാവശ്യം തോന്നി. ആണ്. അമ്മ പിന്നെ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുന്നുള്ളൂ, അച്ഛൻ പിന്നെ സത്യസന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും പറയുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ട്രെയിനിങ് ഒക്കെ തന്നിട്ടാണോ പോയെ? ഇങ്ങനെ കുറെ ഇന്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ വരും, നിങ്ങൾ ധൈര്യം ഇങ്ങനെ ഒന്നും വിട്ടു പറയരുതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടാണോ പോയെ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിരുന്നോ ഇങ്ങനെ ചിലപ്പോ ഇന്റർവ്യൂവിനൊക്കെ ആൾക്കാരൊക്കെ വരുമെന്ന്? ഞങ്ങൾക്കറിയാൻ വേണ്ടിയില്ല എങ്ങനെ വരുമെന്ന്. ആണോ? എന്തായാലും അങ്ങനെ ജിൻഡോ ബിഗ് ബോസിലെത്തി. അങ്ങനെ ജിൻഡോയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത്. അങ്ങനെ ബിഗ് ബോസിലേക്ക് എത്തി. ആ ആഗ്രഹ സാക്ഷാത്കാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കപ്പടിച്ച് പുറത്തേക്ക് വരണം എന്നുള്ളതാണ് അച്ഛനും അമ്മയും മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ആണ്. അപ്പൊ ഏതായാലും മോൻ നന്നായിട്ട് കളിച്ച് ഗംഭീരമായിട്ട് എല്ലാവരുടെയും ഇനി കപ്പടിക്കുക എന്നൊക്കെ ഉള്ളത് ചിലപ്പോ ഒരു ഭാഗ്യവും കൂടെ ആയിരിക്കും. എല്ലാവരുടെയും സ്നേഹം സമ്പാദിച്ച് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആരോടും വഴക്കില്ലാണ്ടും വൈരാഗ്യമില്ലാണ്ടും പുറത്തു കടന്നു പോകാൻ മതി ആണ് അല്ലേ? പറ്റുമെങ്കിൽ അവിടെ തന്നെ ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇല്ല അല്ലേ? അതെ, ഏതായാലും തിരിച്ചു ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്താ അല്ല, അതും ഒരു സാധനം ഉണ്ടല്ലോ. അല്ലെ, നമ്മൾ പേളി ശ്രീനിഷ്ണ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള പല പല സക്സസ്ഫുൾ കോംബോസ് അതിനകത്ത് നിന്നൊക്കെ ഇറങ്ങി വരാറില്ലേ? അങ്ങനെയുള്ള ആഗ്രഹങ്ങളില്ല അല്ലേ? എങ്കിൽ ഏതായാലും അങ്ങനെ ഗംഭീരമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ ജിൻഡോയ്ക്ക് എല്ലാവിധ ആശംസകളും. Keep cool, even in the scorching heat. For air conditioners, meet our expert. Oxygen, the cooling expert.